സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ജ്യൂസാണ്. നല്ല പഴുത്ത തക്കാളി വെച്ചുള്ള ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇതിനായി ഞാൻ നല്ല കളറുള്ള 3 പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ടൊമാറ്റോ 2ആയി മുറിച്ചതിന് ശേഷം നടുവിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ജ്യൂസിനായിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അതിനായി ടൊമാറ്റോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമെല്ലാം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് 3-3.5 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണം. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ടൊമാറ്റോ ജ്യൂസ് നല്ല ടേസ്റ്റായി മാറുന്നത്. അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഇത് നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്ത് വന്ന ഈ കൂട്ടിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ഇത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കാം. ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം നല്ല തണുപ്പുള്ളതായിരിക്കണേ. എന്നാൽ മാത്രമേ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിക്കത്തുള്ളൂ. നമുക്ക് ഇതേ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് എടുത്തുകൊണ്ട് വരാം. ജ്യൂസ് നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യമായി കുറച്ച് ഐസ് ക്യൂബ്സ് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല കളർഫുള്ളായ ഒരു ജ്യൂസാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി അവർക്ക് കൊടുക്കാനും പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണേ.